അപ്പോൾ ഞാൻ ഇന്നൊരു ചെറിയ ഡ്രസ് ഡെക്കോറേറ്റായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഞങ്ങൾക്ക് സ്കൂളിലോട്ട് കൊണ്ടുപോകാനുള്ളതാണ്. ഞാൻ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മളെ കേക്കിൻ്റെ ബോർഡാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കാർഡ്ബോർഡ് യൂസ് ചെയ്യാം. ഞങ്ങളുടെ കയ്യിൽ കാർഡ്ബോർഡ് ഇല്ല, അതുകൊണ്ടാണ് ഇനി നമുക്ക് ഇത് ഒന്ന് ഹാർട്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് തരാം. അപ്പോൾ ഞാൻ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു സൈഡ് നമുക്കൊന്ന് കളർ പെയിൻറ്റ് ചെയ്തെടുത്താൽ മതി. കാരണം നമ്മൾ ഈ സൈഡിലാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ അവിടെ ചെറുതായിട്ട് ഇങ്ങനെ റോമൻ നമ്പർ 6 എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇവിടെ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. നമ്മൾ പെയിൻറ്റ് ഉണങ്ങാൻ വെച്ചിട്ടുണ്ട്. ആ സമയം നമ്മളുടെ അതേപോലത്തെ ഒരു ചെറിയ പേപ്പറാണ് യൂസ് ചെയ്യുന്നത്, ഒരു കളർ പേപ്പർ. ഞാൻ ബ്ലൂ ആണ് എടുത്തിട്ടുള്ളത്. ഇനി അത് ഇതേപോലെ ചെറിയ സ്ക്വയർ പീസസ് ആക്കി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. നമ്മളിതാ ഇത്രയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു പെൻസിൽ യൂസ് ചെയ്തതാ ഇതേപോലെ ഒന്ന് ഇങ്ങനെ ആക്കിയെടുക്കണം. എന്നിട്ട് നമുക്ക് നമ്മളുടെ ഉണങ്ങാൻ വെച്ച ഹാർട്ടിലോട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാനാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതെല്ലതും ഇതേപോലെ ഒന്ന് ചെയ്യാം. അപ്പോൾ ഞങ്ങളിതാ ഇത്രയും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതാ ഇതൊക്കെ ഇതിലൊന്ന് ഒട്ടിച്ചെടുക്കണം. ഞാൻ ഇതിൻ്റെ ബാക്കിൽ ഈ പെയിൻറ്റിങ് ഇതേപോലെ നമുക്ക് ആ ഒക്കേഷ്യ എന്നുള്ളത് മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ അടിയിലൊരു പേപ്പർ വെച്ചിട്ടുണ്ട്, കാരണം ഇതിലാവുകയാണെങ്കിൽ പിന്നെ പോയി കിട്ടില്ല, അതുകൊണ്ടാണ്. ഓക്കെ, ഇനി നമുക്കിത് പശ തേച്ച് ഒട്ടിച്ചെടുക്കണം. ഓക്കെ, നമുക്ക് കുറച്ച് ദിവസം ഒഴിച്ചെടുക്കാം. അപ്പം ഞാനിത് അതിൽ ഈ ഒരു പശ ഇങ്ങനെ തേച്ച് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതേപോലെ ഇങ്ങനെ മെല്ലെ ഇങ്ങനെ ഓരോന്ന് കുത്തി വെച്ചെടുക്കണം. നമ്മളുടെ ഇതൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും നമുക്ക് കുറച്ച് തികഞ്ഞിട്ടുള്ളൂ. ഈ ഭാഗമൊക്കെ ഇനിയും ഫില്ലാവാണ്ട്. നമ്മൾ ഈ ഒരു 6 എന്ന റോമൻ നമ്പറിൽ എഴുതിയത് ഇതേപോലെ തന്നെ വൈറ്റ് ഇത് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പിന്നെ നമുക്ക് ഇത്രയും കുറേ സ്പേസ് ഉണ്ടായതുകൊണ്ട് നമുക്ക് ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ആ ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ ആദ്യം ഇതേപോലെ ഈ ഒരു സർക്കിളിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ സർക്കിൾ കട്ട് ചെയ്തതിന് ശേഷം ഇതിങ്ങനെ വട്ടത്തിൽ നമുക്കൊന്ന് കട്ട് ചെയ്യണം കേട്ടോ. എന്നിട്ട് നമുക്കിത് ഇതേപോലെ ഇങ്ങനെ തിരിച്ചെടുക്കണം. ഇങ്ങനെ തിരിച്ചെടുക്കട്ടെ. അപ്പോൾ ഇനി നമ്മളിതാ പശയൊക്കെ തേച്ച് നല്ലതുപോലെ ഒന്ന് ഈ ബാക്ക് സൈഡ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കട്ടോ. നമ്മളിതാ ഇത്രയും കുറേ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് പൂക്കൾ. ഇനി നമുക്കിത് ആദ്യം ഇതിമൊന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാം ഗൈസ്. നമ്മളിതാ ചെറുതായി ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചപ്പോൾ അതേപോലെ ആട്ടോ. ഇനി നമുക്കിതൊക്കെ ഒന്ന് ഒട്ടിച്ചിട്ട് വരാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ ഫൈനൽ ലുക്ക്. ഞാൻ ഇതിലിതാ കുറച്ച് ഗ്ലിറ്റേഴ്സ് ഇങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതാ കണ്ടോ, അത് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ചെറുതായി ഇങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.